നമ്മൾ ഈ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന വിഗ്രഹത്തിനുള്ളിൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ആരെങ്കിലും അന്വേഷിക്കാറുണ്ടോ? ഇല്ലല്ലേ. നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ദൈവമുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യവും. ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് വയ്യാണ്ടാവും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളിലേക്ക് അവർ പോകും എന്നൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. എന്നെപ്പോലുള്ള അമ്മമാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇതൊരു ഉപദേശമായിട്ട് കാണണ്ട, ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണേ. വേറെ നല്ല നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ട്രീറ്റ്മെൻറ്റിന് തെറാപ്പികൾക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, തെറാപ്പിക്ക് ചെല്ലുമ്പോഴാണ് കേട്ടോ കൂടുതലും പറഞ്ഞിരിക്കുന്നത് കുഞ്ഞിന് മുത്ത് നടക്കും, കുഞ്ഞിന് മുത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ചില ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നടക്കില്ല, ഭാവിയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒന്നും എൻ്റെ മനസ്സിലേക്ക് എടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ഈ യൂണിവേഴ്സ് എന്ന് പറയുന്നത് റിയൽ തന്നെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ നമ്മുടെ ലൈഫിൽ നടക്കും. ഞാൻ എൻ്റെ കുഞ്ഞിന് മുത്ത് ഇപ്പം തെറാപ്പി നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ അതും നല്ല പൈസയുടെ തന്നെ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വീട്ടിലും ചെയ്യുന്നത്. അപ്പം അത് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ എൻ്റെ കുഞ്ഞിന് മുത്ത് നടക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൻ നടക്കും, സ്കൂളിൽ പോവും, കുഞ്ഞിനുമുത്തിന് ജോലി കിട്ടും, കല്യാണം കഴിക്കും. ഇത് തന്നെയാണ് ഞാൻ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ എന്നെ പോലുള്ള അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. ഇപ്പം എത്ര വയ്യാത്ത മക്കളായിക്കോട്ടെ, അപ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ഇങ്ങനെ തന്നെ നിൽക്കുക, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും, നാളെ നിങ്ങൾക്കിത് സാധിക്കും എന്ന് തന്നെ ചിന്തിച്ച് നിൽക്കുക. അല്ലാതെ നാളത്തേനും അവർക്ക് വയ്യാണ്ട് വരും, നമ്മൾക്കതപ്പോൾ ഇന്ന് ചെയ്തു കൊടുക്കുക, അങ്ങനെയുള്ള ചിന്തകളൊന്നും പാടില്ല കേട്ടോ. ഇതൊരു ഉപദേശമായിട്ട് കാണണ്ട. എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും നല്ല ധൈര്യം ഉണ്ടാവട്ടെ, തളരാതിരിക്കട്ടെ, അവർക്ക് മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റട്ടെ. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ആഗ്രഹം. ഇവളുടെ ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് ഇനി ആരും നെഗറ്റീവ് ഒന്നും പറയണ്ട കേട്ടോ. ദൈവത്തിന് അസാധ്യമായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല നാളെ ആർക്കും. എന്താ പറയുക, ഇന്ന് തളർന്ന് കിടക്കുന്നയാൾ നാളെ എഴുന്നേറ്റ് ഓടില്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ല. അതുകൊണ്ട് നമ്മൾക്ക് ശുഭമായിട്ട് ചിന്തിക്കാം, മുന്നോട്ട് പോവാം അല്ലേ.